നമസ്കാരം. നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലെ സ്ഥലത്തിൻ്റെ പേര് പറയാതെ തന്നെ അറിയപ്പെടുന്ന കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. ആധ്യാത്മിക ചൈതന്യങ്ങളുടെ പ്രസരിപ്പും ഈശ്വരീയ ദർശനങ്ങളുടെ മഹത്വവുമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനം. മണികെട്ടമ്പലം എന്ന് ലോകപ്രശസ്തി ആർജിച്ച ഈ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 6-ാം ദിവസത്തെ പകലിൽ നടന്ന അത്ഭുതങ്ങൾ കാട്ടിൽ മേക്കതിൽ ഭഗവതിയുടെ അവദാനങ്ങളെ വാഴ്ത്തേണ്ടത് തന്നെയാണ്. പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ദേവിക്ക് മാത്രമേ കഴിയൂ എന്ന് മാർക്കണ്ഡേയ പുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഉണ്ട്. ഈ മഹാക്ഷേത്രം ആളുകളുടെ വിശ്വാസത്തെ സാക്ഷാത്കരിക്കുന്ന അപൂർവ മഹിമയുള്ള ഒരു ക്ഷേത്രമാണ്. വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോഴാണ് ക്ഷേത്രത്തിൽ വിശ്വാസം ഭക്തജനങ്ങൾക്ക് ഉറയ്ക്കുന്നത്. യജ്ഞ സമയത്ത് വരുന്ന പ്രകൃതിയിലെ ചില അനുഭൂതിദായകമായ നിമിഷങ്ങൾ മനോജ്ഞമായി, മനോമോഹനമായി, മനോഹരമായി, മനോഭിരാമമായി ഭക്തജനങ്ങളെ അറിയിക്കുന്ന ജോലിയാണ് ഒരു പുരാണം വായിക്കുന്ന ആളിൻ്റേതെന്ന് എൻ്റെ ഗുരുനാഥൻ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് വിശ്വാസം വരത്തക്ക നിലയിൽ അത് വിശദീകരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ സ്വീകാര്യം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ഉദയത്തിന് യജ്ഞം തുടങ്ങി. ഭക്തജനങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതിൽ മനുഷ്യനെന്നോ മൃഗമെന്നോ പക്ഷികളെന്നോ വ്യത്യാസമില്ല. ഒരു പീഡ ഒരു എറുമ്പിന് പോലും വരരുത് എന്ന് ചിന്തിച്ച ശ്രീ നാരായണ ഗുരുദേവൻ്റെയും ഗുരുക്കന്മാരുടെയും മണ്ണാണിത്. ഈശ്വരീയ ധർമ്മത്തിൻ്റെ മഹിമയെക്കുറിച്ച് അറിയിക്കുന്ന ഒരു സമയത്ത് യജ്ഞശാലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ദേവി വിഗ്രഹത്തിൻ്റെ അടുത്ത് ഒരു അണ്ണാറക്കണ്ണൻ വന്ന് ഇരുന്ന് അതിനെ ആസ്വദിക്കുന്ന അനുഭൂതിദായകമായ ഒരു മുഹൂർത്തം. അണ്ണാറക്കണ്ണനെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശ്രീരാമചന്ദ്രൻ കയ്യിൽ എടുത്തു വെച്ച് തലോടിയ ഒരു മുഹൂർത്തമാണ്. ദേവിയെ ലഭിക്കുന്നതിന് ഓരോരുത്തരും കഷ്ടപ്പെടണമെന്ന ഒരു മഹാസങ്കല്പം കൂടി ലങ്കയിലേക്ക് പോകാനുള്ള യാത്രയിലുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രൻ 7ാമത്തെ നക്ഷത്രത്തിലാണ് ജനിച്ചത്. മഹാവിഷ്ണുവിൻ്റെ സമ്പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചതിൽ ദുരന്ത, ദുരിത, ദുഃഖ, ദാരിദ്ര്യങ്ങളിൽ നിന്ന് മോചനം തരുന്ന ഭാഗം വായിക്കുന്നതിന് തൊട്ടു മുമ്പ് കുചേലൻ്റെ ദാരിദ്ര്യം തീർക്കാനും കുന്തിദേവിയുടെ ദുരിതം തീർക്കാനും സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ്റെ കുടുംബത്തിലെ ദുരന്തം തീർക്കാനും ഭഗവാൻ ശ്രമിക്കുമ്പോൾ ഭഗവതിയുടെ അമൃതമായ കടാക്ഷം കൂടി അതിലുണ്ട്. ലങ്കയിലിരിക്കുന്ന ദേവിയെ എടുത്ത് പോകുന്ന ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും ശ്രീരാമചന്ദ്രന് ചെയ്യാൻ കഴിയാത്ത കാര്യമൊന്നും കുരങ്ങന്മാരെ കൊണ്ട് ചെയ്യിക്കാനല്ല പോയത്. വാനരൻ, വാനവൻ, മാനവൻ, ദാനവൻ. വാനരൻ കുരങ്ങൻ, വാനവൻ ദേവൻ, മാനവൻ മനുഷ്യൻ, ദാനവൻ അസുരൻ. അതിലൊരു അണ്ണാറക്കണ്ണനെ കൂടെ ചേർക്കുക. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നൊരു ശൈലി അന്ന് മുതലാണ് വന്നതെന്ന് നമുക്കറിയാം. കാട്ടിൽ മേക്കതിൽ ഭഗവതിയെ മഹാലക്ഷ്മിയായും സരസ്വതി ദേവിയായും ഭദ്രകാളിയായും ആരാധിക്കുന്ന ദർശനത്തിൽ ദേവിയെ കണ്ടുപിടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ വലിയ മഹാരഥന്മാരൊക്കെ വലിയ പർവ്വതങ്ങളും പാറക്കഷ്ണങ്ങളും കൊണ്ടുചെന്ന കടലിൽ നിക്ഷേപിച്ചപ്പോൾ ദേവിയെ എനിക്കും വേണം എന്ന ഒരു സങ്കല്പത്തിൽ ആ അണ്ണാറക്കണ്ണൻ ആ സാഗരത്തിൽ, കടൽ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ അപ്പുറത്ത് കടലും ഇപ്പുറത്ത് കായലുമാണ്, ആ കടലിൽ ചെന്ന് മുങ്ങി തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച മണൽത്തരികൾ തിരിച്ച് കടലിൽ കൊണ്ടിടുന്ന ഒരു സങ്കല്പം ഒരു ജീവിക്കും ചെയ്യാൻ സാധിക്കാത്തതാണ്. ഇതിവിടുത്തെ ഒരു വിശ്വാസ പ്രമാണമാണ്. കടലിൽ മുങ്ങിയിട്ട് കടൽ തീരത്ത് വന്നുരുളുക, അപ്പോൾ കടലിലെ വെള്ളത്തിൻ്റെ മഹിമ കൊണ്ട് തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച മണൽത്തരികൾ കടലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. വലിയ മഹാരഥന്മാരൊക്കെ ചെയ്ത കർമ്മങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഭഗവാൻ ആ അണ്ണാറക്കണ്ണനെ എടുത്ത് കയ്യിൽ വെച്ച് തൻ്റെ വലത് കരം കൊണ്ട് തലോടി, അണ്ണാറക്കണ്ണൻ നീയും ദേവിയെ കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുന്നോ എന്ന് കണ്ണുനീരോടെ അനുഗ്രഹിച്ചപ്പോൾ ഭഗവാന്റെ കയ്യിൽ കിടന്ന 3 മോതിരത്തിൻ്റെ പാടുകളാണ് അണ്ണാറക്കണ്ണൻ്റെ
അപ്പുറത്തുള്ളത് എന്നതൊരു വിശ്വാസ പ്രമാണമാണ്. ഏതാണ്ട് ഒരു യാമം 3 മണിക്കൂറാണ്. പകൽ 4 യാമം, രാത്രി 4 യാമം, 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ, 12 മുതൽ 3 വരെ, 3 മുതൽ 6 വരെ, വൈകിട്ട് വീണ്ടും ആവർത്തിക്കുന്നു. ഒരു യാമം അതവിടെ ഇരിക്കുക. സാധാരണ ശബ്ദം കേട്ടാൽ പോകുന്ന ജീവിയാണ് എലിയും അണ്ണാറക്കണ്ണനും. പക്ഷേ ആ അണ്ണാറക്കണ്ണൻ അവിടെ ഇരിക്കുന്നു, കുചേലോപാഖ്യാനം വായിക്കുന്നു. േന്ദ്രന്റെ കരം പിടിച്ച അൻപോട ചാരുതരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നുടമെത്തമേൽ നന്നായിരുത്തി. ബ്രാഹ്മണേന്ദ്രൻ മെത്തയിൽ ഇരിക്കാതെ നിലത്തിരുന്നപ്പോൾ ഭഗവാനും നിലത്തിരുന്നു. പ്രകൃതിയിലപ്പോൾ കണ്ണുനീർ വർഷിച്ചു ഭൂമിദേവിയും ചരുതരമായ തന്നുടെ മെത്തമ്മേൽ നന്നായിരുത്തി. ദേവവൃക്ഷത്തിലെ പുഷ്പങ്ങൾ, അതാണ് ഈ മഴ. സൂര്യനെ സാക്ഷി നിർത്തി ഒരു മഴ പെയ്യുക വളരെ അപൂർവമാണ്. പ്രകൃതിയുടെ ലീലാവിലാസങ്ങൾ ദേവി എന്ന മഹത്തായ ശക്തി നമ്മളെ അനുഭവിപ്പിച്ച് തരികയാണ്. പലപ്പോഴും ചില പ്രധാന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഉപവാസം അനുഷ്ഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഉപവാസം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന അർത്ഥമല്ല, ഭഗവതിയുടെ അടുത്ത് വസിക്കുക. ഉപവാസം അത് മംഗളകരമായി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ചെന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതി പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് വായിക്കുമ്പോൾ ഉണ്ടാവില്ല. അതിൻ്റെ ദാർഢ്യത, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറയുന്നത് പരമസത്യമാകണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിരിക്കുമ്പോഴേ നമുക്ക് ലഭിക്കൂ. ഫുൾ റേഞ്ചിൽ ഒരു ദേവിയെ അനുഗ്രഹിച്ചാലേ പ്രകൃതി അതിന് അനുകൂലമാകൂ എന്ന് തെളിയിച്ച ഒരു മുഹൂർത്തമായിരുന്നു ആ മഴ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തു നിന്ന്, ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ഈ മഹത്തായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ എത്തിച്ചേർന്ന് വേദവ്യാസ ഭഗവാനെ ഓർമ്മിപ്പിക്കുന്ന കടലും ഈശ്വരീയ ധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്ന കായലും ദുഃഖമാകുന്ന സാഗരം കടക്കാൻ ഒരു വഞ്ചിയാണ് ഭഗവാൻ എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാകുന്ന ഒരു പ്രകൃതിയുടെ സങ്കേതം കൂടിയാണ് കാട്ടിൽ മേക്കതിൽ ഭഗവതിയുടെ ഈ സങ്കേതം. തന്നെയുമല്ല, സുനാമി ബാധിച്ച സമയത്ത് ഈ പ്രദേശത്തേക്ക് ആ കടൽ തിരമാലകൾ വന്നില്ല എന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. കടൽ തീരത്താണ് ഈ ക്ഷേത്രം. ഇവിടെ 5 കിണറുകളുണ്ട്. ആ 5 കിണറുകളിലെ ജലത്തിൽ ഉപ്പുരസമില്ല എന്നത് ഏത് ശാസ്ത്രത്തിന് ചിന്തിക്കാൻ സാധിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതീയ ധർമ്മത്തിൽ ഇങ്ങനെ ചില വ്യത്യസ്തതകൾ വരുമ്പോൾ ന്യൂസ് ഈസ് സംതിങ് ന്യൂ ഫ്രം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നാണ് ശാസ്ത്രം. ഒരു ചാനലിൽ കൂടി കാണുമ്പോൾ, ഒരു ദൃശ്യമാധ്യമത്തിൽ കൂടി കാണുമ്പോൾ, ഒരു വാർത്താമാധ്യമത്തിൽ കൂടി വായിക്കുമ്പോൾ വ്യത്യസ്തതകൾ കൊണ്ട് സമ്പന്നമായ ദർശനങ്ങളുടെ ഒത്തുചേരലാണ് ഒരു ക്ഷേത്രത്തെ ലോകോത്തരമാക്കുന്നത് എന്ന് നമുക്കറിയാം. അക്ഷരാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒരു അനുഭൂതിദായകമായ മുഹൂർത്തം കൂടിയുണ്ട്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം പഞ്ചഭൂതമാണ്. 5 കിണറുകൾ, അതിൽ ഉപ്പുരസം ഇല്ല. തൊട്ടപ്പുറത്ത് നമുക്ക് സാഗരമാണ്. 10 ചുവട് നടക്കുമ്പോൾ ഈ കിണറാണ്. ഇതൊരു അത്ഭുതമല്ലെങ്കിൽ പിന്നെ ഏതാണ് അത്ഭുതമെന്ന് ചോദിക്കുന്ന ഋഷീശ്വരന്മാർ ഈ മണ്ണിലുണ്ടായിരുന്നു. ഇവിടെ ദുർഗാ ഭഗവതിയും കാട്ടിൽ മേക്കതിൽ ഭദ്ര ഭഗവതിയും അഭീഷ്ടസിദ്ധിക്ക് പേരാലിന് വലത്ത് വെച്ച് മണി കെട്ടുന്ന അഭൂതപൂർവമായ ഒരു സങ്കല്പവും ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈശ്വരീയ ധർമ്മത്തിൻ്റെ ഉദാത്തമായ രാഗതാളഭാവലയങ്ങളിൽ രാവിലെ സരസ്വതി ദേവിയായും, ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായും, വൈകിട്ട് പാർവതിയായും, അർദ്ധരാത്രിയിൽ കാലത്തെ, കുടുംബത്തെ, ജീവിതത്തെ ഭദ്രമാക്കുന്ന ഭദ്രകാളിയായും കുടികൊള്ളുന്ന അമ്മയുടെ ചരിതങ്ങൾ അനവരതം അനുസ്യൂതം വായിച്ചു നടക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഊർജം ചെറുതല്ല. ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് കത്തും, ഫാൻ കറങ്ങും, ഫ്രിഡ്ജിലെ വെള്ളം തണുക്കും, തേപ്പോട്ടി ചൂടാവും. എല്ലാത്തിലും കയറുന്നത് വൈദ്യുതിയാണ്. ആ വൈദ്യുതി കാണാൻ പറ്റില്ല. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് എന്നാൽ കാണുന്നത് വെറും വെള്ളച്ചാട്ടമാണ്. പഠിച്ച ആളുകൾ അതിനെ 2 കമ്പിയിൽ അവിടുന്ന് വലിച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് നിർത്തി, പിന്നെ 1 കമ്പിയായി അകത്തേക്ക് കയറി
ബെഡിൽ കിടന്നുകൊണ്ട് 4 സ്വിച്ച് ഇടുമ്പോൾ കത്തിക്കാനും കറക്കാനും ചൂടാക്കാനും തണുപ്പിക്കാനും നമുക്ക് സ്പർശിക്കാൻ കഴിയാത്ത ശക്തിയായ വൈദ്യുതി എങ്ങനെയാണോ നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുന്നത്, അതുപോലെ നമുക്ക് അടുക്കാൻ കഴിയാത്ത ഒരു വലിയ ശക്തി ചൈതന്യത്തെ അമ്മയായി ആരാധിക്കുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഞങ്ങൾക്കിങ്ങനെ ഒരു മഹത്തായ അനുഭൂതിയും അനുഭവവും ഉണ്ടായത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. പ്രകൃതിയാകെ നിറഞ്ഞു വിളങ്ങി പരിലസിച്ച് നിൽക്കുന്ന ഈ കാട്ടിൽ മേക്കതിൽ ഭഗവതിയെ ലഭിക്കുവാൻ മനസ്സിൽ ഭക്തിയുടെ രസം നിറച്ച് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇത് പരമമായ സത്യമാണ് എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. 2006 ഈ മുറ്റത്ത് വന്ന പള്ളിക്കൽ സുനിൽ എന്നാണ് എൻ്റെ പേര്. 2024 വന്നപ്പോൾ 18 വർഷത്തിന് ശേഷം വന്നപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ആദ്യത്തെ ഒരു പുരസ്കാരമായിരുന്നു ഇവിടുത്തെ തന്ത്രി തന്ന പുരസ്കാരം. അത് ഈ അമ്മയുടെ മുറ്റത്ത് നിന്ന് ലഭിച്ചതിന് ശേഷം 41ഓളം പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ മറക്കരുത്. ആ ഫൗണ്ടേഷൻ യോഗ്യമായ ഫൗണ്ടേഷൻ ആയാലേ നിലകൾ മേൽപോട്ട് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ഈ വലിയ ധർമ്മത്തിലും 18 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഉള്ള എൻ്റെ കുട്ടികൾ ഞാൻ പ്രതീക്ഷിക്കാത്ത അപ്പുറത്തെ നിലയിലെത്തിയതിലും ഈ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം പറയുന്ന നിലയിൽ ഇന്ന് ഉദയം മുതൽ ഈ പകലിൻ്റെ 4ാം യാമത്തിലിരിക്കുന്ന നമുക്ക് ലഭിച്ച ചില അനുഭൂതിദായകമായ മുഹൂർത്തങ്ങൾ നിങ്ങളോട് പങ്കിട്ടു എന്നേ ഉള്ളൂ. 2 ചെവികളിലൂടെ നല്ലത് കേട്ട്, കണ്ണുകളിലൂടെ കണ്ട്, നാവ് കൊണ്ട് പറഞ്ഞ് മസ്തിഷ്കത്തിൽ അത് ഉറപ്പിക്കാൻ ആ മസ്തിഷ്കം ഭഗവതിയുടെ മുന്നിൽ നമിക്കുമ്പോൾ മനോഹരമായ കൊടിമരം ഇവിടെയുണ്ട്, മനോഹരമായ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. കേട്ടറിഞ്ഞവരും അനുഭവിച്ചവരും കണ്ടറിഞ്ഞവരും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ വൃശ്ചികമാസം 1 മുതൽ ഇവിടുത്തെ മനോഹരമായ ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോഴൊക്കെ അവിടെ നടക്കുന്ന പദ്ധതികളൊക്കെ കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും എത്തിച്ചേരണമെന്ന് വിനയപുരസ്സരം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ മനസ്സുകളിലും കാട്ടിൽ മേക്കതിൽ ഭഗവതിയുടെ തൃച്ചേവടികളിലും സമർപ്പിക്കുന്നു. നമസ്കാരം.